ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ കഞ്ചാവിനെ ലോകത്ത് പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും വികസിത രാഷ്ട്രങ്ങൾ തന്നെ ഒരു ലഹരിയായി വലിയൊരു ലഹരിയായി കാണുന്നില്ല. ഇപ്പോൾ ഒരു വലിയ ഒരു ഡ്രഗായിട്ടല്ല പിന്നെ കഞ്ചാവിനെ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അമേരിക്കയിലെ എത്ര പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിങ് വാഷിംഗ്ടൺ DC ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല 7 ഗ്രാം നിങ്ങൾക്ക് കൈവയ്ക്കാം, 7 ഗ്രാം നിങ്ങൾക്ക് കൈവയ്ക്കാം, 4 ചെടികൾ വളർത്താം. അമേരിക്കയിലെ നിയമമാണ്. ഇത് തന്നെ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. കാനഡയിലുണ്ട്, ഉറുഗ്വേയിലൊക്കെ 40 ഗ്രാം വരെ കയ്യിൽ വയ്ക്കാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ലഹരിയായിട്ടാണ് ലോകം അതിനെ വീക്ഷിക്കുന്നത്. പല തരത്തിലുള്ള മാറ്റങ്ങൾ കഞ്ചാവിൻ്റെ കാര്യത്തിൽ ലോകത്തിന് പല സമീപനങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കഞ്ചാവ് വേട്ട എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ എത്ര കാലമായിട്ട് കഞ്ചാവുണ്ട്. കഞ്ചാവ് എന്ന് മാത്രമല്ല, കഞ്ചാവ് കൃഷി എത്ര വനപ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്, എത്ര ഹിൽ സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട്. ഒരു പ്രദേശത്ത് പോയാൽ ഒരു 10-20 കടകൾ എടുത്താൽ ഏതെങ്കിലും ഒരു കടയിൽ കഞ്ചാവ് വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട വയലൻസുകളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ കഞ്ചാവിനെ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ചാവ് വേട്ടയാണ്. കഞ്ചാവ് വേട്ടയാണോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സംസ്ഥാനത്തെ? ഷൈൻ ടോം ചാക്കോയുടെ കേസ് വളരെ സീരിയസാണ്. കാരണം വിൻസി എന്താ പറഞ്ഞത്? ഒരു വൈറ്റ് പൗഡർ തുപ്പുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. രാസലഹരിയാണ് ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്.